ഹല്ലേലൂയ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ഇന്ന് പരിശുദ്ധാത്മാവ് നമുക്ക് നൽകിയിരിക്കുന്ന തിരുവചന ഭാഗം വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള തിരുവചനങ്ങളാണ്. ദൈവവചനങ്ങൾ ഇപ്രകാരം വെളിപ്പെടുത്തിയിരിക്കുകയാണ്. അവർ ജെറുസലേമിനെ സമീപിക്കുകയായിരുന്നു. ഒലിവുമലയ്ക്ക് സമീപമുള്ള ബത്ഫഗ, ബഥാനിയ എന്നീ സ്ഥലങ്ങൾക്കടുത്തെത്തിയപ്പോൾ അവൻ 2 ശിഷ്യന്മാരെ അയച്ചുകൊണ്ട് പറഞ്ഞു, എതിരെ കാണുന്ന ഗ്രാമത്തിലേക്ക് ചെല്ലുവിൻ. അതിൽ പ്രവേശിക്കുമ്പോൾ തന്നെ ആരും ഒരിക്കലും കയറിയിട്ടില്ലാത്ത ഒരു കഴുതക്കുട്ടിയെ കെട്ടിയിരിക്കുന്നത് കാണും. അതിനെ അഴിച്ചു കൊണ്ടുവരുവിൻ. നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് ആരെങ്കിലും ചോദിച്ചാൽ കർത്താവിന് അതിനെക്കൊണ്ട് ആവശ്യമുണ്ട്, ഉടനെ തിരിച്ചയക്കുന്നതാണ് എന്ന് പറക. അവർ പോയി തെരുവിൽ ഒരു പടിവാതിക്കൽ ഒരു കഴുതക്കുട്ടിയെ കെട്ടിയിരിക്കുന്നത് കണ്ടു. അവർ അതിനെ അഴിക്കുമ്പോൾ അവിടെ നിന്നിരുന്നവർ അവരോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് കഴുതക്കുട്ടിയെ അഴിക്കുന്നത്? യേശു പറഞ്ഞതുപോലെ ശിഷ്യന്മാർ മറുപടി പറഞ്ഞു. അതിനെ കൊണ്ടുപോകാൻ അവർ അനുവദിച്ചു. അവർ കഴുതക്കുട്ടിയെ യേശുവിൻ്റെ അടുത്ത് കൊണ്ടുവന്ന് അതിൻ്റെ പുറത്ത് തങ്ങളുടെ വസ്ത്രങ്ങൾ വിരിച്ചു. അവൻ കയറിയിരുന്നു. വളരെ പേർ തെരുവീതിയിൽ തങ്ങളുടെ വസ്ത്രങ്ങൾ വിരിച്ചു. മറ്റുള്ളവർ വയലിൽ നിന്ന് പച്ചിലക്കൊമ്പുകൾ മുറിച്ചു നിരത്തി. അവൻ്റെ മുമ്പിലും പിമ്പിലും നടന്നിരുന്നവർ വിളിച്ചു പറഞ്ഞു, ഹോസാന, കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ. നമ്മുടെ പിതാവായ ദാവീദിൻ്റെ സമാഗതമാകുന്ന രാജ്യം അനുഗ്രഹീതം, ഉന്നതങ്ങളിൽ ഹോസാന. അവൻ ജെറുസലേമിൽ പ്രവേശിച്ച് ദേവാലയത്തിനുള്ളിലേക്ക് പോയി ചുറ്റും നോക്കി. എല്ലാം കണ്ട ശേഷം നേരം വൈകിയിരുന്നതിനാൽ 12 പേരോട് കൂടെ ബഥാനിയയിലേക്ക് പോയി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഇന്നേ ദിവസം ലോകം മുഴുവനുമുള്ള ക്രിസ്ത്യാനികൾ ഹോശാന തിരുനാൾ കൊണ്ടാടുകയാണ്. ഇന്ന് എല്ലാ ദേവാലയത്തിലും ഈശോയുടെ ജെറുസലേമിലേക്കുള്ള രാജകീയ പ്രവേശനത്തിൻ്റെ സൂചനയായി ഈശോയെ രാജാവായി സ്വീകരിച്ച ആ ഓശാന തിരുനാളിൽ നമുക്കും ഈശോയുടെ കൂടെ ഓശാന പാടി പ്രാർത്ഥിക്കാം. പ്രിയമുള്ളവരെ, പഴയ നിയമത്തിൽ നമുക്ക് കാണാൻ പറ്റും. അതിൻ്റെ സക്രിയയുടെ പുസ്തകം 9-ാം അധ്യായം അതിൻ്റെ 9-ാം തിരുവചനത്തിൽ കാണാൻ പറ്റുന്നത് ഇങ്ങനെയാണ്: സിയോൻ പുത്രി അതിയായി ആനന്ദിക്കുക, ജെറുസലേം പുത്രി ആർപ്പ് വിളിക്കുക, ഇതാ നിന്റെ രാജാവ് നിന്റെ അടുക്കിലേക്ക് വരുന്നു. അവൻ പ്രതാപവാനും ജയശാലിയുമാണ്. അവൻ വിനിയോന്നതനായി കഴുതക്കുട്ടിയുടെ പുറത്ത് കയറി വരുന്നു. ഹല്ലേലൂയ. പ്രിയമുള്ള, ഈ വചനത്തിൻ്റെ പൂർത്തീകരണം ഇന്ന് സംഭവിച്ചിരിക്കുകയാണ്. നമുക്കെല്ലാവർക്കും ഇന്ന് ഓശാന തിരുനാൾ പങ്കുചേരാം. ഇന്ന് ലോകം മുഴുവൻ അർപ്പിക്കുന്ന എല്ലാ ശുശ്രൂഷയും അനുഗ്രഹമായി തീരാൻ പ്രാർത്ഥിക്കാൻ നല്ല ദിവസം ആശംസിക്കുന്നു. ആമേൻ.